ശ്രീ ബിനോയ് വിശ്വം, ശ്രീ എം.എ. ചൂണ്ടിക്കാട്ടിയതുപോലെ, കാരണം റിപ്പബ്ലിക്കൻസ് ആണെങ്കിലും ഡെമോക്രാറ്റ് ആണെങ്കിലും നിലപാടുകളുടെ കാര്യത്തിൽ അമേരിക്കൻ താല്പര്യങ്ങൾ തന്നെയാണ്. അവിടെ ഡെമോക്രാറ്റുകൾ ഒരുപക്ഷെ ഇന്ത്യയുമായി അല്ലെങ്കിൽ കൂടുതൽ മമത അല്ലെങ്കിൽ തമ്മിൽ ഭേദം എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിച്ചാൽ വരുന്നു. ഒബാമയുടെ പരിശോധിച്ചാൽ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നു. ബിൽ ക്ലിൻ്റെ കാലത്തായാലും അങ്ങനെയൊക്കെ. ഇതൊക്കെ ഒരു പൊള്ളയായ താല്പര്യങ്ങളുടെ ഭാഗം മാത്രമാണ്. അങ്ങനെയാണോ താങ്കളും കാണുന്നത്? ഹിലരി ആണെങ്കിലും ഒപ്പം അല്ലെങ്കിൽ മറിച്ച് ട്രംപ് ആണെങ്കിലും രണ്ട് ധ്രുവങ്ങളിലെ രണ്ട് കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള പോരാട്ടത്തിൽ അന്തിമം എന്തെന്ന് നമുക്ക് തീരുമാനിക്കാറായിട്ടില്ല. എങ്കിൽ കൂടിയും എന്ത് തന്നെ ആയാലും ഇന്ത്യ അമേരിക്ക ബന്ധത്തിൻ്റെ കാര്യത്തിൽ താങ്കൾ എങ്ങനെയാണ് വ്യാഖ്യാനം നൽകുന്നത്? അതിൽ സംശയമൊന്നും വേണ്ട. ഇതിലൊരു മാജിക് നമ്പറുണ്ട്, 270. അത് നേടിക്കൊണ്ട് അമേരിക്കയിലെ പ്രസിഡന്റിൻ്റെ ഓവൽ ഓഫീസിൽ, വൈറ്റ് ഹൗസിൽ ഓവൽ ഓഫീസിലേക്ക് വന്ന് ഇരിക്കാൻ പോകുന്നത് ഹിലരി ആയാലും ട്രംപ് ആയാലും വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. എസെൻഷ്യലി രണ്ടുപേരും ഒരേ നഖത്തിൻ്റെ വക്താക്കളാണ്. അതിൽ വേണമെങ്കിൽ ഒരു ചെറിയ ഭേദം നമുക്ക് പറയാം ഹിലരിക്ക് ഉണ്ടാകുമെന്നും. അതിനപ്പുറത്ത് ഹിലരി വന്നാൽ ഗംഭീരമായി, ട്രംപ് വന്നാൽ ഗംഭീരമല്ലാതായി എന്ന് കാണേണ്ടതില്ല. ശ്രീ ബിനോയ് വിശ്വം, ആ ഭേദം താങ്കൾ കാണുന്നത് അവരുടെ മുൻ നിലപാടുകൾ തന്നെയാണ്? എങ്ങനെയാണ് അവിടെ? അതോ ഡെമോക്രാറ്റ്സിന്റെ പൊതുവെയുള്ള നിലപാട്, അതോ ഹിലരി എന്ന മാറ്റി നിർത്തി അല്ലെങ്കിൽ ഹിലരിയിൽ മാത്രം വ്യക്തിപരമായി കാണുന്ന, എങ്ങനെയാണ് താങ്കൾ ആ ഒരു ഭേദം, ആ ഒരു ചെറിയ പോയിന്റ് ആണെങ്കിൽ കൂടി ഒരു ഘടകമായി വരുമ്പോൾ? അമേരിക്കയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതേപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞത് ബേസിക്കായിട്ട് രണ്ട് നയങ്ങൾ ഒന്നായിരിക്കെ തന്നെ ട്രംപ് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന അങ്ങേയറ്റത്തെ വംശീയവാദ നിലപാടുകൾ, മുസ്ലിം വിരുദ്ധ കാഴ്ചപ്പാടുകൾ, കുടിയേറ്റക്കാരെല്ലാം ചവിട്ട് പുറത്തക്കം കാണിക്കുന്ന വാശി, സ്ത്രീവിരുദ്ധമായ കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിനെയെല്ലാം വളരെ മൃഗീയമായ ഭാഷയിൽ പറയുന്ന, പരിഹാസ്യമായ രീതിയിൽ പറയുന്ന ട്രംപിനേക്കാൾ താരതമ്യേന ഭേദമാണ് ഒരു ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയായ ഹിലരി എന്നാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത്. അതിനർത്ഥം ഹിലരി വന്നാൽ ഗംഭീരമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകുമെന്നല്ല, ഉണ്ടാകാൻ പോകുന്നില്ല. അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ എല്ലാ രാഷ്ട്രീയ നയത്തിൻ്റെയും എല്ലാ ഡിപ്ലോമാറ്റിക്കായ നയങ്ങളുടെയും വിദേശ നയത്തിൻ്റെയും എല്ലാം കടിഞ്ഞാൻ പിടിക്കുന്നത് ഈ വൈറ്റ് ഹൗസിൻ്റെ ഓവൽ ഓഫീസ് അല്ല, അവിടുത്തെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സുകളാണ്, വൻകിട സൈനിക വ്യാവസായിക സാകല്യങ്ങൾ. അവരാണ് അമേരിക്കയെ നിയന്ത്രിക്കുന്നത്. അത് ഹിലരി വന്നാലും അങ്ങനെ തന്നെയായിരിക്കും, ട്രംപ് ആയാലും അങ്ങനെയായിരിക്കും. അപ്പോൾ ട്രംപും ഹിലരിയും തമ്മിലുള്ള ഈ മത്സരത്തെ വളരെ നാടകീയമായിട്ട് എന്തോ ഒരു സംഗതിയാക്കി ഇപ്പം നമ്മൾ കാണുകയാണ്. ഇപ്പം ഒരു സെക്കൻഡ് തോറും ഇത് മാറി മാറി വരികയാണ്. ഒന്നാന്തരമായി പ്ലാൻ ചെയ്യപ്പെട്ട ഈ ഒരു തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിൽ നാടകീയമായിട്ടുള്ളതൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഹിലരി ക്ലിൻ്റൻ്റെ നിലപാടുകളിൽ ഇന്ത്യക്ക് വലിയ വ്യാമോഹമൊന്നും വേണ്ട. ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ നയത്തിൻ്റെ അടിസ്ഥാനം ഒരു സംരക്ഷണപാതമായിരിക്കും. പ്രൊട്ടക്ഷനിസം എന്ന് പറയും. അമേരിക്കൻ കമ്പോളം സംരക്ഷിക്കണം, അമേരിക്കൻ താല്പര്യം സംരക്ഷിക്കണം, അമേരിക്കൻ തൊഴിൽ സംരക്ഷിക്കണം, അമേരിക്കൻ തകർച്ച സംരക്ഷിക്കണം. അമേരിക്ക തകർച്ച നേരിടുകയാണ്. ഈ തകർച്ച നേരിടുന്ന അമേരിക്കയുടെ സാമ്പത്തിക പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ രാഷ്ട്രീയ നയങ്ങളിലെ പാളിച്ചകൾ, ഇതെല്ലാം ആരുടെയെങ്കിലും തോളത്ത് കയറ്റി വെച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അമേരിക്കയിലെ വൻകിട മുതലാളിത്തത്തിൻ്റെ അനുസരണകളുടെ വ്യക്താവായിട്ടായിരിക്കും ഹിലരി വന്നാൽ അവർ പെരുമാറാൻ പോകുന്നത്. അതേ വഴിക്കായിരുന്നതിന് ട്രംപ് ആണെങ്കിൽ ട്രംപും പെരുമാറാൻ പോകുന്നത്. അല്ലാതെ അടിസ്ഥാനപരമായിട്ട് ജനപക്ഷ നിലപാടുകൾ എടുക്കുമെന്ന് നമുക്ക് ഹിലരിയെ പറ്റിയോ അല്ലെങ്കിൽ ട്രംപിനെ പറ്റിയോ ഒരു സങ്കല്പത്തിൻ്റെയും കാരണം ഞാൻ കാണുന്നില്ല. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, ഒരു വലിയ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാരം കൈയാളുന്ന ആളായിട്ടിരിക്കുമ്പോഴത്തേക്കും വാക്കിൽ, നോട്ടത്തിൽ, ഭാഷയിൽ എല്ലാം പാലിക്കേണ്ടുന്ന ഒരു ചെറിയ സാംസ്കാരികമായിട്ടുള്ള നിലപാടിൻ്റെ കാര്യത്തിൽ മാർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ മാർക്ക് ട്രംപിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ ഹിലരിക്ക് കൊടുക്കും. അത്ര മാത്രം. അല്ലാതെ ഹിലരി ഇവിടെയാണ് ഈ പ്രശ്നം. ആക്ച്വലി നമ്മുടെ വാല്യൂ സിസ്റ്റം അല്ല അവിടെ ഉള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന നിക്സൺ ആ വാട്ടർ ഗേറ്റ് ടേപ്പ് എടുത്തു കഴിഞ്ഞാൽ പൂര തെറിയാണ് അത് നിറച്ച്. ഈ ഇലക്ഷനിൽ കാര്യമായിട്ട് നമ്മൾ പ്ലേ ചെയ്ത് ട്രംപിൻ്റെ ഭാഷ ശരിയല്ല, അതൊന്നും അവിടെ ഒരു പ്രശ്നമേ അല്ല. നമ്മൾ കാണുന്ന തരത്തിലുള്ള ധാർമ്മികതയൊന്നും അല്ല അവിടെ ഉള്ളത്. അവരുടെ വാക്കിലും പ്രവൃത്തിയിലും അമേരിക്കൻ പ്രസിഡന്റിന് ജോക്ക് എഴുതാനായിട്ട് 5-6 പേരെ നിയമിച്ചിട്ടുണ്ട്.
മനസ്സിലായില്ലേ? ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പണ്ട് മുമ്പുലാന്മാർ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ തന്നെ വളരെ മോശമായ കാര്യം. ശ്രീ ബിനോയ് വിശ്വം, മധുനായർ ന്യൂയോർക്ക്, അദ്ദേഹം ഏറെക്കാലം അമേരിക്കയിൽ ജീവിച്ച വ്യക്തി, അവിടുത്തെ രാഷ്ട്രീയം മനസ്സിലാക്കുന്ന ആളാണ്. അതെ, ട്രംപ് ഇത്രയും പച്ചയായിട്ട് ഇങ്ങനെ ഈ പറഞ്ഞത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റിക്ക് ഒരു കാരണം എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിരിക്കുന്നത്. ശ്രീ ബിനോയ് വിശ്വം, അതായത് നമ്മൾ ഇവിടെ നിന്നും മറ്റ് ലോകത്ത് നിന്ന് കാണുന്നതല്ല അമേരിക്കയിലെ ആഭ്യന്തര രാഷ്ട്രീയം എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ശ്രീ മധുവിനെ എനിക്കറിയാം, അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ അനുഭവങ്ങളെ പറ്റിയും എനിക്കറിയാം. അതുകൊണ്ട് അദ്ദേഹം അവിടെ ജീവിച്ച് കണ്ട കാര്യം അദ്ദേഹം പറയുകയാണ്. ഞാൻ എൻ്റെ സംഭാഷണത്തിൻ്റെ ആരംഭത്തിൽ, ഇപ്പോഴല്ല തുടക്കത്തിൽ ഞാൻ പറഞ്ഞ വാചകമുണ്ട്, അവിടെ ജനാധിപത്യം, അതിൻ്റെ ഉന്നതമായ മൂല്യങ്ങൾ, ജനഹിതം, അതൊന്നും അമേരിക്കയിലില്ല. അതൊന്നും അവിടെ ഇല്ല. അമേരിക്കയുടെ രാഷ്ട്രീയ ധാർമ്മികത, സാമൂഹിക ധാർമ്മികത അതൊക്കെ പാതാളം വരെ താണ ഒന്നാണ്. ഇത്രയും മ്ലേച്ഛമായ അതായത് വിദ്യാഭ്യാസ മേഖലയോ അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷയുടെ കാര്യത്തിലോ ശ്രീ മധു കേട്ട് കാണും. ഞാൻ പറഞ്ഞല്ലോ, ട്രംപ് എന്ന് പറഞ്ഞാൽ ഒരു റാംബോ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ കൗബോയ് സംസ്കാരത്തിന്റെ പുത്തൻ കാലത്തിന്റെ രാഷ്ട്രീയ വക്താവായിട്ടാണ് ഞാൻ ട്രംപിനെ കാണുന്നത്. അമേരിക്കൻ വോട്ടർമാർക്ക് അത് ചിലപ്പോൾ സ്വീകാര്യമായിരിക്കും. ഈ റാംബോ സംസ്കാരവും കൗബോയ് സംസ്കാരവും ഇഷ്ടപ്പെടുന്ന ഞാനാണെങ്കിലോ എന്റെ ധാർമ്മികത മോശമാണെന്ന് പറയാമോ? അല്ല, നമ്മള് വിലയിരുത്തുന്നത് ശരിയല്ല. കാരണം നമ്മള് വിലയിരുത്തുന്നത് ശരിയല്ല. അവരുടെ ഭാഗത്തുനിന്ന് നോക്കിയാൽ ചിലപ്പോ ഇങ്ങനെ ഈ മുണ്ടു കൊടുത്ത് നടക്കുന്ന ഇത്രയും മ്ലേച്ഛമായ പ്രസ്താവന നടത്തിയ വ്യക്തി ഇത്രത്തോളം മുന്നോക്കം പോകണമെങ്കിൽ, കാരണം അതാണ് ഞാൻ ചോദിച്ചത്. കാരണം നേരത്തെ ശ്രീ മധുനായർ സൂചിപ്പിച്ചതുപോലെ അതും ഒരു പക്ഷേ അവിടെ സ്വാധീനിച്ചേക്കാം. ഒരു ഇഷ്ടപ്പെടുന്ന ഒരു വലിയൊരു വിഭാഗമുണ്ട്. ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഞാനൊരു കാരണം അമേരിക്കൻ വ്യവസ്ഥയുടെ ശരിയായ വശം അദ്ദേഹം പ്രകടിപ്പിച്ചു, ഓപ്പണായി അദ്ദേഹം പ്രകടിപ്പിച്ചു എന്ന അർത്ഥത്തിലൂടെ വ്യാഖ്യാനിക്കും. അതെ, ഒരു പുഞ്ചിരിക്ക് പോലും വിലയുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നതായിട്ടുള്ള, നമ്മളിപ്പോ പരസ്പരം കാണുമ്പോൾ നമ്മളൊന്ന് പുഞ്ചിരിക്കുകയോ അത്തരം കാര്യങ്ങൾ, അവിടെ അതിന് പോലും വിലയുണ്ട് എന്ന് പറയുന്നത്, കുടിക്കാനുള്ള ഈ ഒരു ഗ്ലാസ് വെള്ളത്തിന് വലിയ വിലയാണ്. എല്ലാത്തിനും വിലയാണ്. എല്ലാ കാര്യങ്ങളും, മനുഷ്യന്റെ എല്ലാ ഇടപാടുകളും, എല്ലാ ക്രയവിക്രയങ്ങളും, അച്ഛനമ്മയും തമ്മിലുള്ള ബന്ധവും, രക്ഷകർത്താക്കളും മക്കളും തമ്മിലുള്ള ബന്ധവും, ഇതിനെല്ലാം ആ വിധത്തിൽ നാണയത്തൊട്ടുകൾ കൊണ്ടാണ് അവർ വിലയിരുത്തുന്നത്. അപ്പൊ നമ്മുടെ സംസ്കാരം മറ്റൊന്നായിരിക്കാം, അവരുടെ സംസ്കാരം മറ്റൊന്നായിരിക്കാം. നമുക്ക് ശ്രീ സാമാൻഡോ, നിങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ ഈ ട്രംപിന്റെ ഇത്തരം ചേഷ്ടകളെയൊക്കെ കണ്ടത് എങ്ങനെയാണ്? കാരണം ഒരുപക്ഷെ ഒരു ഹാസ്യ കഥാപാത്രത്തെ പോലെയൊക്കെ ലോകമാധ്യമങ്ങൾ, ഇനി കേരളത്തിൽ പോലും എഡിറ്റോറിയലും അല്ലെങ്കിൽ മുഖപ്രസംഗവും ഒക്കെ ആ രീതിയിൽ വന്നിട്ടുണ്ട്. റിയാലിറ്റി അവിടെയുള്ള നിങ്ങളാണ് പറയേണ്ടത്. കാരണം ഈ 187 ട്രംപ് പോകുന്നു, ഒരു 10 വോട്ടിന്റെ വ്യത്യാസം മാത്രം, ക്ലിന്റൺ 197 ഈ വ്യത്യാസം വരുമ്പോൾ ട്രംപ് മികച്ച ഒരു മത്സരം തന്നെയാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രംപ് ഒരർത്ഥത്തിൽ വിജയിച്ചിരിക്കുന്നു. ശ്രീ കവിരാജും നേരത്തെ അങ്ങനെ വേണം നമുക്ക് കാണാൻ. എങ്ങനെയാണ് അവിടുത്തെ ഒരു അദ്ദേഹത്തിന്റെ ട്രംപിന്റെ ചേഷ്ടകളെയും അദ്ദേഹം ഉയർത്തിവിട്ട തെറ്റെന്ന് വ്യാഖ്യാനിച്ച ആ വശങ്ങളെയും ഒക്കെ നിങ്ങൾ കാണുന്നു? ഒന്നാമതായി ട്രംപ് ഇവിടെ കയ്യടി നേടാൻ തുടങ്ങിയത് ട്രംപ് ഗ്ലോബൽ ടെററിസത്തിനെതിരെ ശക്തമായ ഒരു നിലപാടെടുത്തപ്പോഴാണ്. ഡെമോക്രാറ്റിക് പാർട്ടി, ക്ലിന്റൺ അല്ലെ ഒബാമയും പലപ്പോഴും ഒരു മൃദു സമീപനമാണ് കൈക്കൊള്ളുന്നത് എന്നുള്ളത് കൺസർവേറ്റീവ് ആൾക്കാരുടെ ഇടയിലും അമേരിക്കൻ ജനതയുടെ ഇടയിലും പ്രത്യേകിച്ചുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, റെഫ്യൂജീസിന്റെ കാര്യം. സിറിയൻ റെഫ്യൂജീസിനെ അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നതിൽ വളരെ തുറന്ന സമീപനം അഡ്മിനിസ്ട്രേഷൻ എടുത്തപ്പോൾ ട്രംപ് അതിനെ അങ്ങനെ എല്ലാവരെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒക്കുകയില്ല, ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്താതെ സിറിയൻ റെഫ്യൂജീസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല എന്ന് വളരെ ശക്തമായ നിലപാടെടുത്തയാളാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പം ഒരു അമേരിക്കൻ സാധാരണ പൗരനെ സംബന്ധിച്ച് അവൻ ലോകത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവന്റെ ഒരു സുരക്ഷയാണ് ഇപ്പോൾ അവൻ കരുതുന്നത്. അപ്പോൾ ട്രംപ് തീർച്ചയായിട്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ടെററിസം അവസാനിപ്പിക്കും, അല്ലെങ്കിൽ ടെററിസത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കും എന്നുള്ള ഒരു തോന്നൽ ഇവിടെ ജനിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ ആരോപണങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആരോപണങ്ങളൊന്നും തന്നെ ഇതുവരെ കാര്യമായിട്ടൊന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അവിടെ ഇവിടെയും മറ്റു പല കാൻഡിഡേറ്റ്സിന് ഇതിനു മുമ്പും ഒക്കെ വളരെ ശക്തമായി സ്ത്രീകൾ നേരിട്ട് തന്നെ വന്ന് ആരോപണം നടത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. ട്രംപിനെതിരെ അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം ഇല്ല ഇപ്പോൾ നിലവിൽ.
അതൊന്നും ഇവിടുത്തെ അമേരിക്കൻ ജനത കാര്യമായി എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സീസൺഡ് പൊളിറ്റീഷ്യൻസിനെ മടുത്തു. അതിനുശേഷം അവർക്ക് പുതിയൊരു ആളെ ഒന്ന് ട്രൈ ചെയ്യണം, ട്രംപിനെ ഒന്ന് ട്രൈ ചെയ്യണം. ട്രംപ് പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഇല്ലായിരിക്കാം, പക്ഷെ ബിസിനസ് രംഗത്ത് വിജയിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് പിന്നെ ഏതെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഈ അഡ്മിനിസ്ട്രേഷൻ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു നല്ല ക്യാബിനറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസ്യത ജനങ്ങളുടെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ശക്തമായ ഒരു മത്സരം, ഒരു രണ്ട് ലെഗസി തമ്മിലുള്ള ഒരു മത്സരമാണ് ഇവിടെ നടന്നത്. ഒന്ന് പൊളിറ്റിക്കൽ ലെഗസിയും ഒന്ന് ബിസിനസ് ലെഗസിയും. ഹിലരിയെ സംബന്ധിച്ച് നമുക്കറിയാം, വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഭർത്താവ്, അതുപോലെ തന്നെ പ്രസിഡന്റ് ആയിരുന്നു, എല്ലാ രീതിയിലുള്ള എക്സ്പീരിയൻസുകളും ഉള്ള ഒരു വ്യക്തിയാണ്. അവരുമായിട്ട് ഫൈറ്റ് ചെയ്താണ് അദ്ദേഹം ഈ നിലയിൽ എത്തിയത്, യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാഞ്ഞിട്ടും. അതുപോലെ തന്നെ ഇവിടുത്തെ ബില്യനേഴ്സിന്റെ എല്ലാവരുടെയും പിന്തുണ ട്രംപിന് ആർജിക്കാൻ പറ്റിയിട്ടില്ല എന്ന് ഓർക്കണം. ഒരു ശതമാനത്തിന്റെ ഭാഗം, ഒരു വിഭാഗം ഹെഡ്ജ് ഫണ്ട് മാനേജേഴ്സ്, അല്ലെങ്കിൽ ഹെഡ്ജ് ഫണ്ടുകൾ, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിലുള്ള ടൈക്കൂൺസ്, അവരുടെ മാത്രം പിന്തുണ മാത്രമേ ട്രംപിന് ഒരു ബ്രോഡ് സെൻസിൽ അദ്ദേഹത്തിന് പിന്തുണ ആർജിക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും സാധാരണക്കാരായ ജനങ്ങൾ അദ്ദേഹത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് ഈ മുന്നേറ്റങ്ങളെ ഈ രീതിയിൽ ഇദ്ദേഹം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ കവിരാജ്, കാരണം ഈ സാമ്പത്തിക കാര്യത്തിൽ അതാണോ, കാരണം അതൊക്കെ ആയിരിക്കും അദ്ദേഹം പ്രകടിപ്പിച്ച വികാരങ്ങൾ അമേരിക്കയിൽ, ഈ അമേരിക്കൻ സമൂഹം, കാരണം വൈറ്റ്സ് എടുത്താൽ വൈറ്റ്സിന്റെ പ്രശ്നങ്ങൾ, പിന്നെ ഈ പറയുന്ന ഭീകരത, ഇതിലൊക്കെ ഒരു നിലപാട് അദ്ദേഹം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒക്കെ അമേരിക്കയുടെ പൊതുബോധം, അല്ലെങ്കിൽ അവർ പറയാൻ ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം, അതായിരിക്കും ഒരു പക്ഷേ അതൊക്കെയാണോ ഘടകങ്ങളാണോ ഈ ഒരു നമ്പേഴ്സിലേക്ക് ഇപ്പോൾ 193, 197 ഒപ്പം നിൽക്കുകയാണ്. രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ ഇതുവരെ നടന്ന ഡിസ്കഷൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നിയത്, ഒന്ന് ധാർമ്മികതയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും മിസ്റ്റർ മധു നായർ പറഞ്ഞ പോലെ ഞാൻ അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. കാരണം ഒബാമയുടെ പ്രസംഗങ്ങളെല്ലാം തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുവിധം അല്ല, അതിലൊക്കെ ആ സെൻസ് ഓഫ് ഹ്യൂമർ, ഇപ്പോൾ ലാസ്റ്റ് വൈറ്റ് ഹൗസ് ഡിന്നർ തുടരാം. താങ്കൾ ഇപ്പോഴേ എണീക്കരുത്, താങ്കളിലേക്ക് ചോദ്യം കൂടി വരുന്നുണ്ട്. ഒന്നിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒബാമയുടെ ലാസ്റ്റ് വൈറ്റ് ഹൗസ് ഡിന്നർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ 5 വർഷത്തിന് ശേഷം എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റി വളരെ ഹാസ്യരൂപേണ എല്ലാവരുമായിട്ടുള്ള നടത്തിയ ഒരു പ്രസംഗം, അതുപോലെ തന്നെ അതിൽ അവർ തമ്മിൽ കാണിച്ച ഒരു സ്കിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഈവനിങ് ജസ്റ്റ് ഗ്രാബ് എ ഡ്രിങ്ക് ഇൻ ദ ഈവനിങ് ആൻഡ് ജസ്റ്റ് ഗോ ഔട്ട് ഫോർ മൂവീസ് ലൈക്ക് വിത്ത് യുവർ ലെഗ്സ് ഹൈ അപ്പ് ഓൺ ദ ഡെസ്ക് ആൻഡ് all of those kind of things. If you show that kind of an image about an Indian Prime Minister or any of that, that's clearly going to have a huge repercussion in India. But so ഒരു ധാർമ്മിക മോറൽ ആറ്റിറ്റ്യൂഡ് എല്ലാം അമേരിക്കൻ കോണ്ടെക്സ്റ്റും ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലും വളരെ വ്യത്യസ്തമുള്ളതാണ്. പിന്നെ രണ്ടാമത് ഇന്ത്യക്ക് എന്ത് വരും എന്നുള്ളതിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. ഒബ്വിയസ്ലി രണ്ടുപേരും അമേരിക്കൻ താല്പര്യങ്ങളെ, ഞാൻ ചോദിക്കുന്നത് സാങ്കേതിക വിദ്യ കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ടെക്നിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്, ടെക്നിക്കൽ തലങ്ങളുണ്ട്. നമ്മൾ രാജ്യത്തെ പുരോഗമനം കുറെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇന്നത്തെ ഒരുപക്ഷെ NDA സർക്കാരിന്റെ മുന്നോട്ട് വെക്കുന്ന പല ഒരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഘടകങ്ങളുണ്ട്. ഇതിലൊക്കെ ഉള്ള എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ ഗുണപരമായ ആസ്പെക്ട്സ് ഇന്ത്യക്ക് എങ്ങനെയായിരിക്കും? അത് പറയുമ്പോൾ അതിൽ രണ്ട് ആസ്പെക്ട്. ഒന്ന് എനിക്ക് ആ പൊളിറ്റിക്കൽ ആസ്പെക്ട് കൂടെ എനിക്ക് ഒരു പോയിന്റ് പറയാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് വരെ ഇന്ത്യ പാകിസ്ഥാനിൽ മീഡിയേറ്റ് ചെയ്യാൻ ഇടപെടുമായിരുന്നെങ്കിലും ഒബാമ അഡ്മിനിസ്ട്രേഷൻ്റെ ടൈമിൽ ദേ ആക്ച്വലി വാണ്ടഡ് ടു സ്റ്റേ ബാക്ക്, എൻകറേജ് ഈച്ച് ഓഫ് ദം ടു ഹാവ് ബയലാട്രൽ കോൺവെർസേഷൻ വിത്തൗട്ട് ഗെറ്റിംഗ് ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ദംസെൽസ്, അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹിലരി ഒരു ഇന്റർമീഡിയറി പാത്താണ്, ഒരു പ്ലക്കേറ്റിംഗ് ആറ്റിറ്റ്യൂഡാണ് എടുക്കുന്നത്. Trump, he wants to announce Pakistan as an Islamic terrorist state. So മാത്രമല്ല ചൈന സ്ട്രോങ് ആയിട്ടുള്ള ആന്റി ചൈന ഫീലിംഗ്സ് ആണ് ട്രംപിനുള്ളത്. ഹിലറിയുടെ സിംഗിളി ഒരു പെണ്ണ് അവള് പാകിസ്ഥാനിക്കാരിയാണ്. Her father is actually from India, her mother is from Pakistan. അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പ്രോ പാകിസ്ഥാൻ ആറ്റിറ്റ്യൂഡിലേക്കും കൂടെ ആൾക്കാർ പറയാം. കാരണം ഷീ ഈസ് ഗോയിങ് ടു ബി പെർഹാപ്സ് ദ ചീഫ് ഓഫ് സ്റ്റാഫ് ഓഫ് ഹിലറി വിൻസ്. ഓക്കെ, പക്ഷേ ട്രംപിന്റെ ആറ്റിറ്റ്യൂഡ് എന്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് ഒരു റഷ്യയായിട്ട് അലൈ ചെയ്തിട്ട് പുടിനുമായിട്ട് അലൈ ചെയ്യുന്നതും ആന്റി പാകിസ്ഥാൻ ആൻഡ് ആന്റി ചൈന ആറ്റിറ്റ്യൂഡാണ് ട്രംപിന് വരുന്നത്. സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫ്രം ദാറ്റ് പെർസ്പെക്റ്റീവ് ക്ലിയർലി ഒരു എക്സ്പ്ലിസിറ്റ് ആയിട്ട് ആന്റി പാകിസ്ഥാൻ ആറ്റിറ്റ്യൂഡ് എടുക്കുന്നത്, ഫണ്ടിങ് കുറയ്ക്കുന്നത്, ടെററിസം കുറയ്ക്കുന്നത് അതൊരുപക്ഷെ സഹായകരമായിരിക്കും. പക്ഷേ ഇക്കണോമിക് ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2 പോയിന്റ്സ് നെഗറ്റീവ് വരുന്നത് ട്രംപ് വന്നു കഴിഞ്ഞാൽ, ഒന്ന് ഔട്ട്സോഴ്സിങ് നിർത്തുക എന്നുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ആ ഔട്ട്സോഴ്സിങ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ഇക്കണോമിക് റിയാലിറ്റി അല്ല, ഒരു പ്രാക്ടിക്കൽ ആവില്ല. ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ MNC കോർപ്പറേഷൻസ് എല്ലാം ഈ ബെനിഫിറ്റ് കോസ്റ്റ് ആർബിട്രാഷ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ഫോഴ്സസ് വിൽ പ്രിവെയിൽ ഇൻ ദ മീഡിയം ടു ലോങ് ടേം ആൻഡ് അൾട്ടിമേറ്റ്ലി തിങ്സ് വിൽ കം ബാക്ക്. സോ ഇൻ എ പ്രാക്ടിക്കൽ
practical perspective, he will not be able to implement that on a very strict basis. പക്ഷേ ഒരു xenophobia അല്ലെങ്കിൽ ആന്റി ഇമിഗ്രന്റ് ഒരു ഫീലിംഗ് വന്ന് ഇപ്പം പറയുന്നത് ഇല്ലീഗൽ ഇമിഗ്രൻസിന് എതിരായിട്ട് മാത്രമേ അവർ ആക്ഷൻ എടുക്കുകയുള്ളൂ എന്നാണെങ്കിൽ പോലും ഒരു ഇമിഗ്രൻസിന് എതിരായിട്ടുള്ള ഒരു ഫീലിംഗ് പുറത്തേക്ക് വന്ന് അതൊരു പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇതിപ്പോൾ ഇവിടുത്തെ കേസിലാണെങ്കിലും ഇപ്പോൾ ഹിന്ദുത്വ ഏതെങ്കിലും ഫീലിങ്സ് അത് പുറത്തു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് അത് റോൾ ബാക്ക് ചെയ്യാനായിട്ട് അത്ര എളുപ്പമല്ല എന്നുള്ളത് അതൊരു സോ ഇപ്പോഴത്തെ നിലയിൽ അത് ഇല്ലീഗൽ ഇമിഗ്രൻസിന് മാത്രമേ പറയുന്നുള്ളെങ്കിൽ ആ ഒരു ഫീലിങ്സ് ഇന്ത്യക്കെതിരായിട്ടാണ് വരുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഹിലരിയുടെ എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞു. ഹിലരി വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. എനിക്ക് അവിടെ ഒരു വ്യൂ പോയിന്റ് ഉള്ളത്, ഇൻഫാക്ട് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ദോ ഹിലരി ഹാസ് ഗോട്ട് എക്സ്പീരിയൻസ്, ഷി ഹാസ് ഗോട്ട് ബാഡ് എക്സ്പീരിയൻസ് എന്നുള്ളത്. ടു സം എക്സ്റ്റെൻഡ് ഐ ആക്ച്വലി അഗ്രി വിത്ത് ദാറ്റ്. കാരണം ഇപ്പം നമ്മളുടെ ലിബിയൻ സിറ്റുവേഷൻ കൈകാര്യം ചെയ്തത് വളരെ മോശമായ രീതിയിലായിട്ടായിരുന്നു. ഇപ്പം ഹിലരി വോൺസ് ബഷർ അസദ് ടു ഗോ. പക്ഷേ ആ ഗദ്ദാഫിയുടെ കേസിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വളരെ ബംഗ്ലപ്പ് ചെയ്തിട്ടാണ്. അതായത് ശ്രീ ബിനോയ് വിശ്വം, സിറിയ വിഷയമുണ്ട്, ലിബിയ ഇവിടെയൊക്കെ എടുത്താൽ മാത്രമല്ല ആഗോളതലത്തിലുള്ള ഇടപെടലുകളൊക്കെ കാലാവസ്ഥ. അതെ, ട്രംപ് 222. യെസ്, ട്രംപ് ശ്രീ ബിനോയ് വിശ്വം 222ലേക്ക് കടന്നിരിക്കുന്നു ട്രംപ് എന്ന ഏറ്റവും പുതിയ വിവരം കൂടി താങ്കളെ ഞാൻ അറിയിക്കുന്നു. ക്ലിന്റൺ 197. ഇനി സാഹചര്യങ്ങൾ ചേർത്ത് വായിക്കുകയാണെങ്കിൽ ആഗോളതലത്തിലുള്ള ഇടപെടലുകൾ നേരത്തെ പലരും ചർച്ചയിൽ സൂചിപ്പിച്ചത്, MAV അടക്കം പറഞ്ഞതുപോലെ അപകടകരമായ, കാരണം ഒരു ഇസ്ലാമോഫോബിയ ഇളക്കി വിട്ടിരിക്കുന്ന സാഹചര്യം, പ്രസ്താവന മാത്രമല്ല ഇമിഗ്രേഷൻസ്, അതിൽ ഇല്ലീഗൽ ഇമിഗ്രേഷൻ ആണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ കൂടിയും വ്യാപ്തി വലുതാണ്. മാത്രവുമല്ല സാമ്പത്തിക കാര്യങ്ങളിൽ കോർപ്പറേറ്റ് തലത്തിലുള്ള അദ്ദേഹം പറഞ്ഞ നികുതിയുടെ കാര്യത്തിലൊക്കെ അത് അമേരിക്കൻസിനെ സംബന്ധിച്ചോളം അവര് മറ്റൊരു തലത്തിൽ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ട്രംപ് എന്ന തരത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണെങ്കിൽ താങ്കൾ എങ്ങനെ വിലയിരുത്തും? അമേരിക്കന്റെ ആഭ്യന്തര കാഴ്ചപ്പാടുകൾ കൂടി താങ്കൾ ഉൾക്കൊള്ളണം. നമ്മൾ തന്നെ കാണേണ്ടത് അമേരിക്കൻ ധാർമ്മികതയും അമേരിക്കൻ രാഷ്ട്രീയ നിലവാരവും അമേരിക്കൻ വോട്ടറുടെ മനസ്സും അതിനെ അടിസ്ഥാനപ്പെടുത്തുകയല്ല. അത് അനുകൂലമാണെങ്കിൽ ട്രംപ് ജയിക്കും. അപ്പോൾ ട്രംപ് ജയിക്കുന്നത് അല്ലെങ്കിൽ ട്രംപിനെ ജയിപ്പിക്കാൻ പോകുന്നത് അമേരിക്കൻ മനസ്സാണ്, അമേരിക്കൻ ധാർമ്മികതയാണ്. പക്ഷെ ഞാനിവിടെ ഇരിക്കുന്നത് ആ ധാർമ്മികതയ്ക്ക് വേണ്ടി എസ് മോളാൻ വേണ്ടിയല്ല. ഞാനിരിക്കുന്നത് ഒരു ഇന്ത്യക്കാരനെ പോലെ, ഇന്ത്യയിലെ ജനാധിപത്യവാദിയെ പോലെ, ഇന്ത്യയിലെ പുരോഗമനവാദിയെ പോലെ അതിനെ കാണാൻ വേണ്ടിയാണ്. അങ്ങനെ വരുമ്പം ട്രംപിൻ്റെ വിജയം തീർച്ചയായിട്ടും ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിലാകെ തന്നെ ആശങ്കയുണ്ടാക്കുന്ന പലതും അടങ്ങുന്ന വിജയമാണെന്നാണ് എൻ്റെ നിലപാട്. ആ നിലപാട് ഞാൻ പറയുകയാണ് ഇവിടെ. ഈ ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ കുടിയേറ്റ മനോഭാവം അവിടുത്തെ എല്ലാ മെക്സിക്കൻസിനെയും ചവിട്ട് പുറത്താക്കിയാൽ അമേരിക്കയിൽ പിന്നെ എങ്ങനെ ജീവിതം മുമ്പോട്ട് പോകും? അമേരിക്കയിൽ ജീവിച്ച മധു നായരൊക്കെ പറയട്ടെ, എല്ലാ മെക്സിക്കൻസിനെയും ഞങ്ങൾക്ക് നാളെ മുതൽ വേണ്ടെന്ന് ട്രംപ് തീരുമാനിച്ചാൽ അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ പ്രയാസമായിരിക്കും. അത് അമേരിക്കയിലെ പുല്ല് വെട്ടാൻ പോകുന്നവർ, അമേരിക്കയിലെ റോഡ് വൃത്തിയാക്കുന്നവർ, വീട്ടുവേലക്കാർ കാര്യം ചെയ്യും. അത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ തീരുമാനം അതല്ല. അദ്ദേഹത്തിന്റെ കാലത്തായിരിക്കും ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ പോളിസി ഉണ്ടാവുക. ആ പോളിസി ഒരർത്ഥത്തിൽ അമേരിക്കൻസിന് അതിന് നല്ല വശമുണ്ട്. അമേരിക്കയിൽ ഇമിഗ്രേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ അമേരിക്കക്ക് നിലനിൽപ്പില്ല. അടുത്ത 50 കൊല്ലത്തിന് അമേരിക്കയുടെ പോപ്പുലേഷൻ നേരെ പകുതിയാവും. ഇതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിൽ ക്വാളിറ്റി ഓഫ് ഇമിഗ്രൻസ് ഈ പറഞ്ഞതുപോലെ അമേരിക്ക കെട്ടിപ്പടുത്താരാണ് സാർ? അമേരിക്ക കെട്ടിപ്പടുത്തത് കുടിയേറ്റക്കാരാണ്. കെട്ടിപ്പടുത്തത് മാത്രമല്ല അതെ. പക്ഷെ ആദ്യം അതല്ല, ഇപ്പൊ തന്നെ ഈ ഹിസ്പാനിക്സ് നല്ലൊരു ശതമാനം ഈ പറയുന്ന മെക്സിക്കൻ ഇല്ലീഗൽസിനെതിരാ. കാരണം ഞങ്ങൾ വന്നു കഴിഞ്ഞ് ഇനി വരണവരെ അവര് സ്വീകരിക്കുന്നില്ല. അത് അല്ല, ട്രംപിന്റെ ഞാൻ വേഗം പറഞ്ഞു പൂർത്തിയാക്കി. വേറൊന്നും കൊണ്ടുമല്ല, ഞാൻ വിശ്വസിക്കുന്നത് അമേരിക്ക എല്ലാ കാലത്തും ചെയ്ത മാതിരിയുള്ള യുദ്ധത്തിന്റെ വേറി കൂടാൻ പോവുകയാണ്, യുദ്ധ ആസക്തി കൂടാൻ പോവുകയാണ്. അതിന്റെ ഫലമായിട്ട് മധ്യ പൗരസ്ത്യ ദേശങ്ങളിലെ സംഘർഷം വർദ്ധിക്കാൻ പോവുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിൽ വീണ്ടും ഒരുപാട് എണ്ണ ഒഴിക്കാൻ പോവുകയാണ്.
ഈ പറയുന്ന എല്ലാ പ്രദേശങ്ങളിലും എവിടെയെല്ലാം സംഘർഷാവസ്ഥയ്ക്ക് ആക്കം കൂട്ടം പഴുതുണ്ടോ അതെല്ലാം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കാൻ പോവുകയാണ്. അത് ട്രംപിന് വേണ്ടി മാത്രമല്ല, ഹിലറി ആയാലും അതായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഞാൻ ആവർത്തിക്കുന്നു, അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്നത് ഇവരാരുമല്ല, അത് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സുകളാണ്, അവർ തന്നെയാണ്. അവർക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു ആക്രമണകാരിയായ ഭാഷയുള്ള ഒരു പ്രസിഡന്റ് വരുമ്പോഴത്തേക്കും അതിൻ്റെ എല്ലാ നിലപാടുകളും പ്രത്യാഘാതങ്ങളും ലോകം കാണാൻ പോവുകയാണ്. ഇന്ത്യ അതിന് കണ്ടത് അങ്ങനെയാണ്. നരേന്ദ്രമോദിക്ക് ഒരുപക്ഷെ ഇഷ്ടമായിരിക്കാം ട്രംപിന്, അല്ലായിരിക്കാം, അത് വേറൊരു കാര്യം. ഇന്ത്യൻ ജനങ്ങൾക്ക് അവർക്ക് പൊതുവേ ഉള്ള സമാധാന വാഞ്ചയ്ക്ക് അനുകൂലമായ ഒരു പാതയിലൂടെ ആയിരിക്കില്ല അമേരിക്കൻ നയങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പുരോഗമിക്കാൻ ഇടയുള്ളതെന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. യെസ്, വളരെ നന്ദി ബിനോയ് വിശ്വം. ഒ അബ്ദുള്ള, ബിനോയ് വിശ്വം പോയ ശേഷം അവിടെ ഒ അബ്ദുള്ള ചേരും. ഒരുപക്ഷെ രാഷ്ട്രങ്ങളുടെ ഒക്കെ തന്നെ നയപരമായ ഒരു വിദേശ നയത്തിൽ ഇപ്പോൾ ട്രംപ് 222, 209 വലിയ കയറ്റം ഒരുപക്ഷെ കയറിടുന്നു. ഫ്ലോറിഡയിൽ 48, 49 ആ ഒരു നില തന്നെ നേരത്തെയുള്ള നില ട്രംപ് വിൻ ഫ്ലോറിഡയിൽ. യെസ് തീർച്ചയായും ഫ്ലോറിഡയിൽ ട്രംപ് വിൻ ചെയ്തിരിക്കുന്നു എന്ന ഏറ്റവും തീർച്ചയായും അതിന്റെ ക്ലിയറൻസ് ക്ലാരിഫിക്കേഷൻ കൂടി വന്നിരിക്കുന്നു. ട്രംപ് ഫ്ലോറിഡയിൽ, ഒരുപക്ഷെ എനിക്കത് ഫ്ലോറിഡയിൽ ഉള്ള വിജയം സ്വിംഗ് സ്റ്റേറ്റ്സ് 3 ഇപ്പോൾ ഒഹായോ, ഫ്ലോറിഡ, കാരോലൈന, ട്രംപ്. അതൊരു വളരെ പോസിറ്റീവ് ട്രെൻഡാ. മറ്റത് പ്രഡിക്റ്റബിൾ ആയിരുന്നു. കാലിഫോർണിയയും ന്യൂയോർക്കും ഇത് ടെക്സസ് പ്രഡിക്റ്റബിൾ ടു ട്രംപ് ആയിരുന്നു. അതെല്ലാം ഇപ്പൊ അതിൽ തന്നെ പോകുന്നു. സമ്പത്ത് ദയവായി തുടരണം. ഒ അബ്ദുള്ള കൂടി തത്സമയം ചേരുന്നുണ്ട്, ഒപ്പം ദേവദാസ് മാധ്യമ പ്രവർത്തകൻ ചേരുന്നുണ്ട്. ശ്രീ ഒ അബ്ദുള്ള, കാരണം 228, 209 പ്രമുഖ ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ്സുകളെല്ലാം തന്നെ അതിൽ മിക്ക സ്റ്റേറ്റുകളും ഫ്ലോറിഡയിൽ വിജയം ട്രംപിന് ഉണ്ടായിരിക്കുന്നു. നേരത്തെ ചർച്ചയിൽ സൂചിപ്പിച്ച ശ്രീ ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ ആഗോള തലത്തിലുള്ള വലിയൊരു ത്രെട്ട് ട്രംപിന്റെ വിജയത്തിലൂടെ ഉണ്ടായിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നത്. കാരണം അസ്ഥിരത, സാമ്രാജ്യത്വ ധാർഷ്ട്യം, പിന്നെ വംശീയത, ഇതൊക്കെ കൂടുതൽ ശക്തി പ്രാപിക്കുന്ന തലത്തിലേക്ക്, നേരത്തെ ആ വാക്ക് ഇസ്ലാമോഫോബിയ, ഇങ്ങനെയൊക്കെ തലത്തിലേക്ക് ചിന്തിക്കേണ്ടി വരുന്ന ഒരു ഘട്ടമാണോ, അപകടകരമായ ഒരു തലത്തിലേക്ക് തൊട്ടു മുമ്പ് താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ദേവദാസ്, താങ്കൾ എങ്ങനെ കാണുന്നു? ഞാൻ ആ ചോദ്യം താങ്കളിലേക്ക് വരികയാണ്. ട്രംപ് വിജയിക്കാൻ പോകുന്നു എന്ന തരത്തിലേക്ക് വരുന്നു, പൂർണ്ണമായിട്ടില്ല എങ്കിൽ കൂടിയും ഇപ്പോഴത്തെ ലീഡ് വെച്ച് താങ്കൾ എങ്ങനെ കാണുന്നു ശ്രീ ദേവദാസ്? ദേവദാസിലേക്ക് എത്തുമ്പോൾ ശ്രീ സാമാൻഡോ ഈ 228, 228, 209 ഫ്ലോറിഡയിലെ വിജയം എങ്ങനെ, ഫ്ലോറിഡ അടക്കം ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റുകളിലെ ആ ഒരു വിജയം താങ്കൾ എങ്ങനെ പ്രഡിക്റ്റ് ചെയ്യുന്നു? ഇനിയുള്ള പോക്ക് എങ്ങനെയായിരിക്കും? ഫ്ലോറിഡ, ഒഹായോ, നോർത്ത് കരോളിന 3 സ്റ്റേറ്റ്സ് ട്രംപ് ഓൾറെഡി വിൻ ചെയ്തിരിക്കുകയാണ്. ഇത് 3ഉം വിജയിക്കുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് അദ്ദേഹത്തിന്റെ വിജയ സാധ്യതയ്ക്ക് ആക്കം കൂട്ടിയിരിക്കുന്ന ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ പ്രസിഡൻഷ്യൽ സീറ്റിൽ ട്രംപ് വിജയിച്ച് പ്രസിഡന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റായ ട്രംപിനെ കാണാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ, ഇതുവരെ കണ്ട ഒരു ട്രംപിനെ ആയിരിക്കില്ല പ്രസിഡന്റായി നമ്മളിനി കാണാൻ പോകുന്നത്. ഈ പറഞ്ഞ പോലുള്ള വാഗ്വാദങ്ങളോ ഗോഹ മുഴക്കലോ ഒന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ അദ്ദേഹം വളരെ വിനയാന്വിതനായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ ഈ ലോക സമൂഹം കാണും, തീർച്ചയായിട്ടും കാണേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കോൺഗ്രസ് വളരെ പവർഫുൾ ആണ്, സെനറ്റ് വളരെ പവർഫുൾ ആണ്. അടിയന്തര സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇംപീച്ച് ചെയ്യാൻ പോലും മടിക്കാത്ത ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം അറിയാവുന്ന ആളാണ് ട്രംപ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അഡ്വൈസേഴ്സ്, നമ്മളിപ്പോൾ അദ്ദേഹം പ്രൈമറി തൊട്ട് ഈ കഴിഞ്ഞ 1.5 വർഷത്തെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പര്യടനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അദ്ദേഹം ഓരോ മാസവും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഈ ഇലക്ഷനോടനുബന്ധിച്ച് കാണിച്ച ആ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള സ്വഭാവങ്ങൾ നേരത്തെ കാണിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി ജനപിന്തുണ നേടിയെടുക്കാമായിരുന്നു. പക്ഷെ വളരെയധികം ഔട്ട്റേജും വളരെയധികം ക്ഷമയില്ലായ്മയും അതുപോലെ വളരെ ലൗസി ആയിട്ടുള്ള പ്രത്യാരോപണങ്ങളും കാരണമാണ് അദ്ദേഹത്തിന് ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ പേര് പോകാനായിട്ടുള്ള ഒരു സാഹചര്യം. പക്ഷേ സ്ഥിതിഗതികൾ വളരെയധികം മാറിയിരിക്കുകയാണ്.
ട്രംപ് വിജയത്തിലേക്ക് നീങ്ങുന്നു എന്ന് കരുതിയാൽ പോലും തെറ്റില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ശരി ഞാൻ മടങ്ങിയെത്താം. ശ്രീ ഒ അബ്ദുള്ള, നേരത്തെ ബിനോയ് വിശ്വം പറഞ്ഞ വാക്കുകൾ, എം എ ബേബി പറഞ്ഞ വാക്കുകൾ, ട്രംപിന്റെ ഈ ഒരു കണക്കാണെങ്കിൽ 228 ലീഡ് 209 മറിച്ച് ഹിലരി, ഒരു അപകടകരമായ സിറ്റുവേഷനിലേക്ക് അമേരിക്കയുടെ ആഭ്യന്തരത്തിനും അപ്പുറത്ത് അന്തർദേശീയ തലത്തിലുള്ള ഘടകങ്ങൾ പോയേക്കാം. താങ്കൾ എങ്ങനെ കാണുന്നു? പൂർവ്വ ദേശങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങളിലേക്കുള്ള ഇടപെടലുണ്ട്, മാത്രവുമല്ല ഇസ്ലാമോഫോബിയ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ വാചകങ്ങൾ, അതിലൊക്കെ തന്ത്രപരമായി ഉപയോഗിച്ച് ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ ലോകത്തിന് ത്രെട്ട് എന്നാണ് ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത ഇടതുപക്ഷ പ്രതിനിധികൾ പറഞ്ഞത്. വലതുപക്ഷ പ്രതിനിധിയായ ഡോക്ടർ മേരി ജോർജ് വിശ്വാസമനുസരിച്ച് ഇസ്ലാം മത വിശ്വാസമനുസരിച്ച് ഈ പ്രപഞ്ചം, അതായത് അണ്ടകടാഹങ്ങൾ പരസ്പരം മുട്ടിത്തകരുന്നതായ ഒരു ദിവസം വരും. അതിന്റെ ചില അടയാളങ്ങൾ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടുവരിക്കും. അതിലൊന്നിനെ സംബന്ധിച്ച് പറഞ്ഞതായ ഒരു വാചകം ഏറ്റവും അധികം വലിയതായ ഒരു വിനാശത്തിന്റെ ഒരു വ്യക്തി, ആ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു വിനാശത്തിന്റെ വ്യക്തി, അയാളുടെ പ്രത്യക്ഷപ്പാട് മിക്കവാറും ട്രംപിനെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം അത് പറഞ്ഞത് എന്ന് എനിക്ക് തോന്നുകയാണ്. ഹിലാരി ക്ലിന്റൺ ആണെങ്കിലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകില്ലെങ്കിലും ട്രംപിനെ പോലെയുള്ള ഒരാള് അമേരിക്കയിൽ അധികാരത്തിൽ വരിക, അദ്ദേഹം നേരത്തെ തന്നെ കുറെ കാര്യങ്ങൾ വെച്ച് പറഞ്ഞു. അതിൽ ചില മയപ്പെടുത്തലുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും സംഭവിക്കാൻ പോകുന്നത് വലിയ ദുരന്തമാണ്. ഈ കാര്യത്തിൽ ആദ്യമായി പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പ് വിശകലനം ഇന്ത്യയിൽ, കേരളത്തിൽ എവിടെയെങ്കിലും മഞ്ചേരിയിൽ അല്ലെങ്കിൽ നീലേശ്വരത്തെ തെരഞ്ഞെടുപ്പിൽ ആര് മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് പോലെയുള്ളതായ ഒരു ഉത്കണ്ഠയും അത്രയും വലിയതായ ഒരു കേരളത്തിലെ ജനങ്ങൾക്ക് അതിലുള്ള താല്പര്യമുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ്. അവരിപ്പോൾ 500ൻ്റെയും 1000ൻ്റെയും നോട്ട് എന്ത് ചെയ്യണമെന്നതിനെ പറ്റിയുള്ള നെട്ടോട്ടമാണ്. ഞാനപ്പോൾ ഇങ്ങനെ പെട്രോൾ പമ്പിൻ്റെ മുമ്പിലൂടെ കടന്നു വന്നിരിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിനെ അല്ലെങ്കിൽ ഇന്ത്യയെ അലട്ടുന്ന പ്രശ്നം. അവിടെ ട്രംപ് ആകട്ടെ ഹിലാരി ആകട്ടെ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രതീക്ഷയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ആശങ്കക്കോ വക നൽകില്ല. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. അമേരിക്കൻ വിദേശ നയത്തിൽ കാതലായ എന്തെങ്കിലും മാറ്റങ്ങൾ ഞാൻ വന്നാൽ വരുത്തുമെന്ന് ഹിലരി ക്ലിന്റനോ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപോ ഇതുവരെയും പറഞ്ഞിട്ടില്ല. അവരുടെ നയം എന്ന് പറയുന്നത് അവർക്ക് വഴങ്ങാത്തതായ ഭരണകൂടങ്ങളെ കാലാകാലങ്ങളായി അട്ടിമറിക്കുക, അതുപോലെ തന്നെ ചില രാജ്യങ്ങളെ അപരരായി സങ്കല്പിച്ചുകൊണ്ട് അവയെ കിളച്ചു മറിച്ച് നശിപ്പിച്ച് ഇല്ലാതാക്കുക. അതിന് ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് ജോർജ് ബുഷ് പറഞ്ഞതുപോലെ സദ്ദാം ഹുസൈനെ പിടികൂടിക്കൊണ്ട് ശിക്ഷിക്കാൻ എന്നെ യേശു ക്രിസ്തു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് എന്നോട് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കുരിശിനെ സംരക്ഷിക്കുക എന്നത് എൻ്റെ ജോലിയാണെന്ന് പറഞ്ഞുകൊണ്ട് തകർക്കുക. ഉദാഹരണമായിട്ട് അഫ്ഗാനിസ്ഥാനിൽ മുല്ല ഉമറിന് അന്ന് ബില്ലാദിനെ വിചാരണ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് പറഞ്ഞപ്പോൾ മുല്ല ഉമർ പറഞ്ഞു ഞങ്ങൾ തന്നെ വിചാരണ ചെയ്തുകൊള്ളാമെന്ന്. പറ്റില്ല, ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് പറഞ്ഞു. അതേ അവസരത്തിൽ ഇന്ത്യക്ക് വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായ കക്ഷി ഇപ്പോഴും അവിടെ സുഖമായി കഴിയുകയാണ് അമേരിക്കൻ ജയിലിൽ. വിട്ടുതരാൻ വേണ്ടി ഇന്ത്യ ആവശ്യപ്പെട്ടിപ്പോൾ കേട്ടില്ല. അതിനെ തുടർന്ന് അഫ്ഗാനിസ്ഥാനെ കിളച്ച് മറിച്ച് അതിനു മുമ്പ് നമ്മൾ കേൾക്കാത്തതായ രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കി. പിന്നീട് സദ്ദാം ഹുസൈൻ്റെ പിന്നാലെ കൂടി ആ രാജ്യത്ത് ഇന്ന് വരെയും വെടിവെച്ചുകൾ അവസാനിച്ചിട്ടില്ല. നിത്യേന ചാവറുകൾ, ആക്രമണങ്ങൾ, കൊലകൾ, അതുപോലെയുള്ള സംഘടനകൾ, യുദ്ധങ്ങൾ. ലിബിയയിലെ ആ മുഅമ്മർ ഖദ്ദാഫി എന്തെല്ലാം തന്നെ പോരായ്മകളുണ്ടെങ്കിലും ഒരു രാജ്യത്തെ ഒരു ഓയിൽ റിച്ച് കൺട്രി വളരെ ഭദ്രമായി നിലനിർത്തി പോന്നിരുന്നു. അവിടേക്ക് ഇന്ത്യയിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള ആയിരക്കണക്കിൽ 10,000-കണക്കിലുള്ളതായ നേഴ്സുമാരും തൊഴിൽ അന്വേഷിക്കുന്നവരും ചെന്ന് ജോലി ചെയ്തിരുന്നു. അവരെല്ലാം അവിടെ നിന്ന് അവിടെ കുടുങ്ങിക്കിടക്കുകയോ തിരിച്ചു പോരുകയോ ചെയ്യേണ്ടതായ അവസ്ഥ ഉണ്ടായി. അവസാനം ബറാക്ക് ഒബാമ പറഞ്ഞു ഈ ലിബിയയിലെ കാര്യത്തിൽ നമ്മൾ ഇടപെട്ടത് ശരിയായില്ല. സിറിയയിലാവട്ടെ ഒരു ഭാഗത്ത് റഷ്യയും ഒരു ഭാഗത്ത് അമേരിക്കയും ബ്രിട്ടനും എല്ലാം ചേർന്നുകൊണ്ട് അവിടെ ഇങ്ങനെ നശിപ്പിച്ച് തകർത്തുകൊണ്ടിരിക്കുന്നു. ഇതിനാക്കം കൂട്ടുന്നതായ ഒരു നിലപാട് ഈ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. എണ്ണ ഒന്നുകൂടി ആളിക്കത്തും. യുദ്ധത്തിൻ്റെതായ അന്തരീക്ഷം അവസാനിക്കാൻ പോകുന്നില്ല.